ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സിൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു പാൻ കേക്ക്. വീട്ടിലുള്ള ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 പഴം എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും പഴം നമുക്ക് എടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ വേണം. പിന്നെ ഒരു 1/2 കപ്പ് പാലും. ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നല്ലതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടില്ലേ, തരിയൊന്നും ഇല്ലാതെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് മൈദ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. മൈദയിലൊക്കെ ചെറിയ പ്രാണികളൊക്കെ കാണുമല്ലോ. അപ്പോൾ നമ്മളൊന്ന് ഇടഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച ഈ മിക്സ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പിന്നെ ബാക്കിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇളക്കുമ്പോൾ നന്നായിട്ട് തന്നെ അത് മിക്സായി എന്ന് ഉറപ്പ് വരുത്തണം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ബാറ്റർ ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. അപ്പം കണ്ടില്ലേ, ഇതിനകത്ത് നമ്മൾ വേറെ വെള്ളമോ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. 1.5 കപ്പ് മൈദയ്ക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. നല്ലൊരു കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മൾ വീണ്ടും ഉണ്ടാക്കും തീർച്ചയായിട്ടും. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമോ അല്ലാതെ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യം അങ്ങനെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം വാനില എസൻസും ഉപ്പും ഈ ബാറ്ററിൽ ശരിക്കൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ നമുക്കൊന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ തവി ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2 മിനിറ്റ് മതിയാവും ഇതൊന്ന് 2 സൈഡും ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ തിരിച്ചിട്ട് കൊടുത്താൽ ഇത്രയും മാത്രം മതി. ഒരുപാട് അങ്ങ് മൂത്ത് പോവണ്ട. അടുത്തതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എനിക്കിതിപ്പോൾ ഒരു 10-12 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റാണ് ഇത്. തേനൊഴിച്ച് കഴിക്കാം. തേനൊഴിച്ചാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പം ഇഷ്ടമല്ല തേനൊഴിച്ച് കഴിച്ചില്ലെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പങ്ങളും ഇല്ല. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലാതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10-12 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേനിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ന്യൂ ഇയറിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇനിയും നമ്മൾ അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ബൈ.